എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ വചനം എന്ത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ? എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്നിറങ്ങി വരുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് സൂര്യൻ ഉണ്ടായതിനു ശേഷം വെളിച്ചം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ദൈവം സൂര്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിനു മുമ്പേ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും വന്നതിന് ശേഷം അല്ല വെളിച്ചം വന്നത്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഭൂമിയുടെ ഉൽപ്പത്തിയിലെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അതേ യേശു നമ്മോട് പറഞ്ഞൊരു കാര്യം, ഐ ആം ദ ലൈറ്റ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. അത് നസ്രയനായ യേശുവായിരുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചത്തെ വലുതും ചെറുതുമായി വേർതിരിച്ചു. സൂര്യനായി, ചന്ദ്രനായി. ആ വെളിച്ചത്തെ, ഭൂമിയിൽ നിലവിൽ ഉണ്ടായിരുന്ന വെളിച്ചത്തെ രണ്ടായി വേർതിരിച്ചു. വലിയ വെളിച്ചമെന്നും ചെറിയ വെളിച്ചമെന്നും രണ്ടായി വേർതിരിച്ചു. വലിയ വെളിച്ചത്തിന് സൂര്യൻ എന്നും ചെറിയ വെളിച്ചത്തിന് ചന്ദ്രൻ എന്നും പേരിട്ടു. അപ്പോൾ സൂര്യൻ ആരിൽ നിന്നാ ഉണ്ടായത്? ചന്ദ്രൻ ആരിൽ നിന്നാ ഉണ്ടായത്? നസ്രയനായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ നീ നമസ്കരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെയാണ് നമസ്കരിക്കേണ്ടത്. ഈ ലോകത്തിലെ സത്യ വെളിച്ചം ഒന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു അല്ലാതെ മറ്റൊന്നും അല്ല. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ മേലെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും പാതാളത്തിലെങ്കിലും ഒരേ ഒരു നാമം, നസ്രയനായ യേശു എന്ന നാമം. ആ യേശു ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ സകല ഇരുട്ടും വെളിച്ചമായി മാറും. ഒരു ഇരുട്ട് കണ്ടിട്ടാണോ ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്? വീട്ടിലൊരു നിലവിളി കണ്ടിട്ടാണോ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്? നിന്റെ വീട് ഇരുളിന്റെ അവസ്ഥയാണോ? നിന്റെ ശുശ്രൂഷ ഇരുളിന്റെ അവസ്ഥയിലാണോ? നിന്റെ ബിസിനസ് ഇരുളിന്റെ അവസ്ഥയിലാണോ? നിന്റെ ജോലി ഇരുളിന്റെ അവസ്ഥയിലാണോ? നിന്റെ കുടുംബജീവിതം ഇരുളിന്റെ അവസ്ഥയിലാണോ? അതിനെ വെളിച്ചമാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് വെളിച്ചം, നസ്രയനായ യേശു എന്ന വെളിച്ചം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുകയാണെങ്കിൽ സ്പഷ്ടമായി ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ഭവനത്തിനകത്തുള്ള സകല ഇരുട്ടും മാറിപ്പോകും. നിന്റെ സകല ദുഃഖവും, സകല വിലാപവും, സകല നിരാശയും വെളിച്ചമായി മാറും. ആരാധിച്ചോ, ആരാധിച്ചോ. ഇന്ന് രാത്രി ആരാധിക്കുന്നവർ വിടുതൽ പ്രാപിക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്റർ അല്ല, നീ ആരെയാണോ ആരാധിക്കുന്നത്? സത്യ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം, പാപത്തെ നീക്കുന്ന വെളിച്ചം, ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചം, അന്ധകാരത്തെ മാറ്റുന്ന വെളിച്ചം. ഈ രാത്രി പ്രദീപ് ആരാ? പ്രദീപ് എണീറ്റ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ലൈഫിനകത്തൊരു ബ്രേക്ക് ത്രൂ ദൈവം അയക്കാൻ പോകുന്നു. നിന്റെ ജീവിതം തീർന്നുവെന്ന് നീ വിധി എഴുതുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ലൈഫിനകത്ത് ഞാനൊരു ബ്രേക്ക് ത്രൂ അയക്കാൻ പോകുന്നുവെന്ന്. എല്ലാം നശിച്ചു, എല്ലാം തീർന്നു എന്ന് നീ വിധി എഴുതുമ്പോൾ, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന ഇറങ്ങി. അതിനെ പിടിച്ചോണ്ടേ അടുത്തൊരു മൂവ്മെന്റിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന ഇറങ്ങി. എവിടെയാണോ നിന്നെ ഒതുക്കി വെച്ചത്? എവിടെയാണോ നീ തള്ളപ്പെട്ടത്? ആരാണോ നിന്നെ ഒതുക്കി വെച്ചത്? അവരുടെ നടുവിൽ കർത്താവ് നിന്റെ തലയെ പ്രാർത്ഥിച്ചില്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ചില്ല. ചൂടാറാബാല ശാന്തരാധര രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. പ്രദീപ് എന്ന് പറഞ്ഞ മകന്റെ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവത്തിന്റെ കരം ചലിക്കുന്ന രാത്രിയാണ്. ഒരു ആക്സിഡന്റിന്റെ സ്പിരിറ്റ് നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരു അപകടത്തിന്റെ സ്പിരിറ്റ് നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരു മരണത്തിന്റെ പാശം നിന്റെ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നു. മോനെ, ഇതുവരെ എങ്ങനെയോ നീ ജീവിച്ചു വന്നു എന്നല്ല. ഇനി മുതൽ എഴുതിയിട്ട് ഓഗസ്റ്റ് മാസം മുതൽ എവിടെയാണോ നീ പരാജയപ്പെട്ടത്, എവിടെയാണോ നീ തള്ളപ്പെട്ടത്, അവിടെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഈ രാത്രി ആലോചന അറിയിക്കുന്നു. നീ എവിടെ പോയാലും നിനക്കൊരു പൂർത്തീകരണമില്ല, നിനക്കൊന്നും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല.
എല്ലാം പകുതി വഴിയിൽ സ്റ്റോപ്പായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാല പ്രദീപെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നിന്റെ ലൈഫിനെ കർത്താവ് ഏറ്റെടുക്കാൻ പോവാ. നിന്റെ തോൽവിയെ കർത്താവ് ഏറ്റെടുക്കാൻ പോവാ. നിന്റെ നിന്ദയെ കർത്താവ് ഏറ്റെടുക്കാൻ പോവാ. നിന്റെ അപമാനത്തെ, നിന്റെ പരിഹാസത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പോവാ. Receive the fire. Fire. പിടിച്ചോ. നീ പ്രവചിക്കും. നിന്റെ ചർച്ചിലെ പാസ്റ്ററിന്റെ മേലിരിക്കുന്ന അഭിഷേകം ഒരു വേണോ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്തിരിക്കുന്നവരുടെ മേല് ഒരു പ്രവചിക്കൽ മാവ്